ഗോസ്പൽ നിസിയുടെ പുതിയ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1914 യൂറോപ്പിൽ ആരംഭിക്കുകയും ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത ലോക മഹായുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. അതിന്റെ പരിസമാപ്തി എന്തെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1914 ആരംഭിച്ച് 1921 അവസാനിക്കുമ്പോൾ 8.5 ദശലക്ഷം സൈനികർ മരിച്ചു വീണു. മാത്രമല്ല 13 ദശലക്ഷം സാധാരണ ജനങ്ങളും മരണപ്പെടുവാനിടയായി. അതുകൊണ്ട് തീർന്നില്ല, ലോകവ്യാപകമായി എല്ലായിടങ്ങളിലും വൻ നാശനഷ്ടമാണ് ഒന്നാം ലോക മഹായുദ്ധം വരുത്തിവെച്ചത്. എന്നാൽ ഇതിന്റെ നാശനഷ്ടവും ആൾനാശവും മനസ്സിലാക്കി ലോക ജനത ഉണർന്നു. 1920 ജനുവരി മാസം 10 പാരീസിൽ രൂപം കൊണ്ടായ ഒരു രാജ്യാന്തര സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. ലോകസമാധാനം നിലനിർത്തുകയും ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് തീരുമാനമെടുക്കുകയും ചെയ്ത ഒരു ലോകോത്തര സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. അതിന്റെ പ്രസക്തി ഏതാണ്ട് അവസാനിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ഹെൻറി സൊലൈൻ കോഫിൻ എന്ന് പറയുന്നതായ മഹാ വ്യക്തി USA 24ാമത്തെ പ്രസിഡന്റും അതുപോലെ 10ാമത്തെ ചീഫ് ജസ്റ്റിസുമായിരുന്ന വില്യം ഹൊവാർഡ് ടാഫ്റ്റിനോട് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: ലീഗ് ഓഫ് നേഷൻസിനെ പറ്റി ഇപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? ഉടനെ ടാഫ്റ്റ് പറഞ്ഞ മറുപടി എന്താണ് ചോദിച്ചാൽ, നമ്മുടെ ലോകത്ത് ഏറ്റവും നല്ല കാര്യങ്ങൾ ഘോഷിക്കപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇതുപോലെയായിരുന്നു ഏകദേശം 33.5 വയസ്സുവരെ ജീവിച്ചതായ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനെ പോലും നോവിക്കുകയോ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ മറ്റ് യാതൊരു വിധത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യാതിരുന്നതായ കർത്താവായ യേശുവിനെ ലോകത്തിന്റെ സമാധാനമായിരുന്നു യേശുക്രിസ്തുവിന്റെ ഈ ലക്ഷ്യം. യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് ഞാൻ എന്റെ സമാധാനം തന്നയിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. യോഹന്നാൻ 14:27 വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. യേശു ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമൻ പടയാളികൾ വന്ന് യേശുവിനെ പിടിച്ച് അവനെ അറസ്റ്റ് ചെയ്തു. അന്ന് രാത്രിയിൽ നിയമപ്രകാരമല്ലാതെ തന്നെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ മുമ്പിലും അത് കഴിഞ്ഞ് കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരിക്കുന്ന ഹന്നാവിന്റെ മുമ്പിലും പിന്നെ സന്നിധി സംഘത്തിന് മുൻപിലും കൊണ്ടുപോയി വിസ്തരിച്ചു. ഒരു കുറ്റവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിറ്റന്നാൾ നിയമപ്രകാരം സന്നിധി സംഘത്തിന്റെ മുൻപാകെ ഹാജരാക്കി അവിടെ വിസ്തരിച്ചു. അതിനുശേഷം പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി അവിടെ വിസ്തരിച്ചു. അതിനുശേഷം വീണ്ടും ഹെരോദാവിന്റെ അടുക്കൽ കൊണ്ടുപോയി വിസ്തരിച്ചു. കൂടാതെ രണ്ടാമതും പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വിസ്തരിച്ചു. ഇങ്ങനെ 2 ദിവസങ്ങളിലായി, ഒരു രാത്രിയും ഒരു പകലുമായി 4 കോടതികളിലായിട്ട് 7 തവണ വിസ്തരിച്ചു. ആദ്യം കയ്യഫാവിന്റെ മുമ്പിൽ, പിന്നെ ഹന്നാവിന്റെ മുമ്പിൽ, പിന്നെ സന്നിധി സംഘത്തിന്റെ മുൻപിൽ. അത് രാത്രികാലങ്ങളാണ് വിസ്താരം. അതിനുശേഷം നിയമപ്രകാരം ആദ്യം സന്നിധി സംഘത്തിന് മുൻപാകെ, പിന്നെ പീലാത്തോസിന് മുൻപാകെ, അതിനുശേഷം ഹെരോദാവിന് മുൻപാകെ, പിന്നെ വീണ്ടും പീലാത്തോസിന് മുൻപാകെ. പിന്നെ പിറ്റേ ദിവസം 4 തവണ യേശുവിനെ വിസ്തരിച്ചു. ഒരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും യേശുവിനെ ക്രൂശിക്കാനായിട്ട് പീലാത്തോസ് കൽപ്പന കൊടുത്തു. പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് റോമാക്കാർ കുറ്റവാളികളെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതിന് മുൻപ് അവരുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കും. അതിനുശേഷം നാമമാത്രമായ ഒരു വസ്ത്രം വരെ ധരിപ്പിക്കും. അവരെ കൈകാലുകൾ മുകളിലേക്ക് ഉയർത്തി വെച്ച് കെട്ടിയിട്ട്
ഇരുപടയാളികൾ ഇരുഭാഗത്തുമായിട്ട് നിൽക്കും. റോമൻ ചാട്ടവാർ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ ഒന്നായും പിന്നീട് 7 ഇതളുകളായിട്ടും പിരിയുന്നതായ ആ 7 ഇതളുകളിലും അസ്ഥികഷണം, ഈയക്കട്ടി, മുൾക്കൊളുത്ത് എന്നിവ ബന്ധിപ്പിച്ചിരിക്കും. ഒരു ഭാഗത്ത് നിൽക്കുന്ന വ്യക്തി യേശുവിന്റെ ശരീരത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഇത് പലവട്ടം യേശുവിന്റെ ശരീരത്ത് ചുറ്റി. അതിനുശേഷം അദ്ദേഹം അത് പിഴുതു പറിച്ചെടുക്കുന്നത് പോലെ പറിച്ചെടുക്കുമ്പോൾ ഈ അസ്ഥികഷണങ്ങളിലും ഈ മുൾക്കൊളുത്തുകളിലും ഈയക്കട്ടികളിലും യേശുവിന്റെ മാംസഭാഗങ്ങൾ പറഞ്ഞിരിക്കുമായിരുന്നു. അത് താഴെ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ, കൽപ്പാത്ര വെള്ളത്തിൽ അലമ്പി എടുക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നവരും ഇതുപോലെ തന്നെ ആഞ്ഞടിക്കും. ഇങ്ങനെ 39 അടി യേശുവിന്റെ ശരീരത്ത് കൊണ്ടു. സാധാരണ 5 or 6 അടി കൊള്ളുമ്പോൾ തന്നെ പിന്നെ അവൻ ഒന്നിനും കൂടുതൽ ജീവശവമായി തീരും. പിന്നെ എങ്ങനെ എത്ര കാലം ജീവിച്ചാലും അതുകൊണ്ട് യാതൊരു എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ വരും. എന്നാൽ യേശുവിന്റെ ശരീരത്ത് അടിക്കപ്പെട്ടത് 39 അടിയാണ്. 40 അടിക്ക് ഒരടി കുറവ്. ശ്രദ്ധിക്കണേ. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ 5 or 6 അടി കൊള്ളുമ്പോ തന്നെ പലരും ജീവശവങ്ങളായി മാറും. എന്നാൽ യേശുവിനെ കൊടുത്തത് 39 അടിയായിരുന്നു. ഈ ചാട്ടവാർ ശരീരത്തിൽ നിന്നും വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിലെ മാംസഭാഗങ്ങളും അതുപോലെ തൊലിയും ആ ചാട്ടവാറിന്റെ അഗ്രഭാഗങ്ങളുള്ളതായ വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ യേശുവിനെ ഇരുഭാഗത്ത് നിൽക്കുന്നതായ ഈ പടയാളികൾ യേശുവിനെ അടിച്ചു. അതിനെക്കുറിച്ച് പ്രവാചനം എന്ന നിലയിൽ 129 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പ്രവചനം എന്ന നിലയിൽ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. യെശയ്യാ 50-ന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. മീഖാപ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഇസ്രായേൽ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. ഗിലെയാദ് മലയിൽ വ്യാധികളെ സൗഖ്യമാക്കുന്ന ഒരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ തോല് മൂർച്ചയുള്ള കത്തി കൊണ്ട് കീറി അതിൽ നിന്ന് അത് വിഭജിക്കുമ്പോൾ അതിലെ ചുവന്ന ദ്രാവകം പുറത്തേക്ക്. ആ ദ്രാവകത്തിൽ സുഗന്ധമുണ്ടായി. ആ ദ്രാവകമാണ് അന്ന് വൈദ്യന്മാർ ഔഷധമായിട്ട് ഉപയോഗിച്ചത്. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ, എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എങ്ങനെ? ഇപ്രകാരം തന്നെ ഗിലെയാദിലെ ആ വൃക്ഷത്തെ മൂർച്ചയുള്ള കത്തി കൊണ്ട് പിളർക്കുമ്പോൾ അതിൽ വരുന്ന ചുവന്ന കൊഴുത്ത സുഗന്ധമുള്ള ദ്രാവകം ഒഴുകുന്നത് പോലെ യേശുവിന്റെ ശരീരം അടികൊണ്ട് പിളർക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നൊഴുകിയതായ രക്തം മാനവജാതിയുടെ പാപത്തിന് പരിഹാരമാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ എഴുതി: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളെ ശുദ്ധീകരിക്കും. ആ പിളർക്കപ്പെട്ട ശരീരഭാഗമുണ്ടല്ലോ, ആ അടിപ്പിടറുണ്ടല്ലോ, അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പത്രോസ് രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: അവന്റെ അടിപ്പിടറാലുകൾ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ആ ശരീരത്തിലെ ആ മുറിപ്പാടുകൾ രോഗസൗഖ്യത്തിനും അവന്റെ രക്തം അത് പാപ മോചനത്തിനും മാത്രമല്ല, അവന്റെ ശിരസിൽ മൂർത്ത മുള്ളുകളാൽ നിറയപ്പെട്ടതായ മുൾമുടി ധരിപ്പിച്ചു. റോമൻ ഭരണാധികാരികൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ ക്രൂശിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാളുടെ തലയിൽ പോലും മുൾമുടി വെച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ തലയിൽ മാത്രമേ മുൾമുടി വെച്ചുള്ളൂ. യേശുവിനോട് കൂടെ ക്രൂശിച്ച 2 കള്ളന്മാർ ഇടത്തും വലത്തുമായി അവരെ ക്രൂശിച്ചു. പക്ഷെ അവരുടെ തലയിൽ മുൾമുടിയില്ലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? മുള്ളു ശാപത്തെയാണ് കാണിക്കുന്നത്. എന്റെയും നിന്റെയും ശാപത്തെ കൂടി യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടുകൂടെ നീക്കം ചെയ്യപ്പെടുകയും
ഇപ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യം ഓർക്കണം. യേശുക്രിസ്തു രക്തം മാനവജാതിയുടെ പാപത്തിന് പരിഹാരമാണ്. യേശുക്രിസ്തു ശരീരത്തിലെ മുറിപ്പാടുകൾ രോഗസൗഖ്യത്തിന് പര്യാപ്തമാണ്. ഇനി അവന്റെ തലയിൽ വെച്ചിരിക്കുന്ന മുൾമുടി എന്തിനെ കാണിക്കുന്നറിയാമോ? അത് നിന്റെ ശാപത്തെ അവൻ വഹിച്ചു എന്നതിന്റെ തെളിവാണ്. ഈ 3 കാര്യങ്ങൾ കാൽവരി ക്രൂശിലെ മരണത്തോടുകൂടെ നടക്കുവാനിടയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ പാപത്തിനും നിന്റെ രോഗത്തിനും നിന്റെ ശാപത്തിനും മോചനം വരുത്തുവാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത്. ഈ പീഡനകാലം ആഘോഷിക്കുന്നതായി ഈ വേളയിൽ ഈ സത്യമെങ്കിലും നീ മറന്നു പോകരുത്. ഈ സത്യം അറിഞ്ഞിരിക്കണം. അല്ലാതെ മാനവജാതി രക്ഷിക്കാൻ വേറൊരു മാർഗവും ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല, ഒരു ജീവിയെ പോലും യേശു ഉപദ്രവിച്ചിട്ടില്ല, ഒരാളെ പോലും കൊന്നിട്ടില്ല. താൻ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. പക്ഷേ ആ ക്രിസ്തുവിനെയാണ് ഇപ്രകാരം ക്രൂശിക്കേണ്ടതായിട്ടുള്ളത്. ശ്രദ്ധിക്കണേ, വില്യം ഹൊവാർഡ് ടാഫ്റ്റ് പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ ക്രൂശിക്കപ്പെടുകയും എന്നാൽ ക്രൂശിക്കപ്പെട്ട് അവിടെ കിടക്കുകയില്ല, വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തു എന്ന് പറയുന്ന മഹാമനുഷ്യനെ ക്രൂശിച്ചു, അവനെ കൊന്നു, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്തു. ലോകസമാധാനത്തിന് വേണ്ടി വന്നതായ കർത്താവായ യേശു ക്രിസ്തു ലോകസമാധാനത്തിന് വേണ്ടി സ്ഥാപിച്ചതായ ലീഗ് ഓഫ് നേഷൻസ് തകർന്നുപോയെങ്കിൽ തന്നെ ക്രിസ്തുവിന്റെ പ്രവൃത്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്. സമാധാനവും സന്തോഷവും നൽകുന്നതായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.